ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ചാപ്റ്ററിലെ പാർട്ട് 15 വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ഇലക്ട്രിക് ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്നീ ടോപ്പിക്സാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ഡൈപോളിനെ നമ്മൾ കൊണ്ടുവയ്ക്കുന്നു, അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക്, അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമുക്കറിയാം. അതായത് ആ ഫീൽഡിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇങ്ങനൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം? അത് നമ്മൾ പഠിച്ചു. രണ്ട് പാരലൽ പ്ലേറ്റുകൾക്കിടയിൽ എന്തുണ്ടാവുമെന്ന് പഠിച്ചു, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പോസിറ്റീവ് പ്ലേറ്റ് എടുക്കുന്നു, ഒരു പോസിറ്റീവ് ചാർജുള്ളൊരു പ്ലേറ്റ് എടുക്കുന്നു, അതിന് പാരലായിട്ട് ഒരു നെഗറ്റീവ് ചാർജുള്ളൊരു പ്ലേറ്റും വയ്ക്കുന്നു. അപ്പോൾ ഈ രണ്ട് പാരലൽ പ്ലേറ്റുകൾക്കിടയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലേ? അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അതും നമ്മൾ പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടാണ് അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ ഡയറക്ഷൻ വരയ്ക്കാം, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടല്ലേ. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടാണെന്നുള്ളത് മാർക്ക് ചെയ്യുകയാണ്. അങ്ങനെ മാർക്ക് ചെയ്തു. അപ്പോൾ ഈയുടെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലായി. എവിടെ നിന്ന് എങ്ങോട്ടാണ്? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ട് എന്നുള്ള രീതിയിലാണ് ഈയുടെ ഡയറക്ഷൻ. ഇനി നമുക്ക് ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് വയ്ക്കണം? ഒരു ഇലക്ട്രിക് ഡൈപോളിനെ വയ്ക്കണം. നമുക്കറിയാം ഡൈപോൾ എന്ന് പറയുന്നത് എന്താണ്? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ് അല്ലേ? അതായത് ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്, എന്നാൽ ഓപ്പോസിറ്റ് ചാർജ് ആണല്ലേ. അവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ആണ്. എന്തായിട്ട് നമുക്ക് കരുതാം? 2a ആണെന്ന് കരുതാം. ഇങ്ങനെയൊരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈപോൾ എന്ന് വിളിക്കുന്നത് ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഡൈപോളിനെ എടുത്ത് ഈ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കാം. നമ്മൾ ഈ ഡൈപോളിനെ എടുത്ത് ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ചു. ഓക്കെ, നമുക്ക് ഈ ഒരു പോയിന്റിനെ എ എന്ന് കൊടുക്കാം, ഈ ഒരു പോയിന്റിനെ ബി എന്ന് കൊടുക്കാം. ഓക്കെ, എ ബി. എ എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ -q ചാർജാണ് വയ്ക്കുന്നത്, ബി എന്ന് പറയുന്ന പോയിന്റിൽ +q ചാർജ്. ഒരു ഡൈപോൾ ആയല്ലോ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിന് നമുക്ക് 2a എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന പോയിന്റിൽ -q ചാർജാണ്, ബി എന്ന് പറയുന്ന പോയിന്റിൽ +q ചാർജാണ് അല്ലേ? നമുക്കറിയാം ഒരു q എന്ന് പറയുന്ന ഒരു ചാർജ് ഇ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇടുന്നാൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F=QE ആണ്. നിങ്ങളിത് പഠിച്ചതാണല്ലേ. അതായത് Q എന്ന് പറയുന്ന ഒരു ചാർജ് ഇ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് QE ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ +q കാരണം ഉണ്ടാകുന്ന, അതായത് +q ചാർജ് ഇ എന്ന് പറയുന്ന ഫീൽഡിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് നമുക്ക് എങ്ങോട്ടാണെന്നും എഴുതാം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര ആണെന്നുള്ളത് എഴുതാം. ഓക്കെ, നോക്കൂ, ഇവിടെ +q ചാർജാണല്ലേ, പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജ് ഉറപ്പായിട്ട് എങ്ങോട്ടായിരിക്കും അട്രാക്ട് ചെയ്ത് പോകുന്നത്? ഈ ഒരു നെഗറ്റീവ് പ്ലേറ്റ് ആണല്ലേ, നെഗറ്റീവ് പ്ലേറ്റിൻ്റെ അങ്ങോട്ടായിരിക്കും അട്രാക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും അല്ലേ. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. കറക്റ്റ് ആണോ? അതായത് ഇതൊരു പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അത് നെഗറ്റീവ് ചാർജിൻ്റെ അങ്ങോട്ടാണ് അട്രാക്ട് ചെയ്ത് പോകുന്നത്. ആ ഡയറക്ഷനാണ് ഇപ്പോൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, Q×E ആണല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് F എന്ന് പറയുന്നത് QE ആണ്. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എയിലിരിക്കുന്ന -q ചാർജിൻ്റെ കാര്യം നോക്കാം. ഈ ചാർജ് കാരണവും എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജാണ്, ഇവിടെ താഴെ ഇരിക്കുന്നത് ഒരു പോസിറ്റീവ് പ്ലേറ്റ് ആണ്. അപ്പോൾ ഉറപ്പായിട്ട് എങ്ങോട്ടായിരിക്കും ഇതിനൊരു അട്രാക്ഷൻ ഉണ്ടാകുന്നത്? ഇതിൽ കൂടെ ഇങ്ങോട്ടൊരു അട്രാക്ഷൻ ഉണ്ടാവും അല്ലേ. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്
ഇത് മൈനസ് ആയതുകൊണ്ട് പ്ലസ് ചാർജിലോട്ടാണ് എന്ത് വരുന്നത്, അട്രാക്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, എഫ് എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി QE ആണ്. പക്ഷേ ഈ ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഈ ഫോഴ്സ് എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ ഒരു നെഗറ്റീവ് സൈനും കൂടി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലെയും ഫോഴ്സ് എഴുതി. എ എന്ന് പറയുന്ന പോയിന്റിൽ ഫോഴ്സിനെ നമ്മൾ -QE എന്ന് എഴുതി, ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഫോഴ്സിനെ നമ്മൾ QE എന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡൈപോളിൻ്റെ നെറ്റ് ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. നെറ്റ് ഫോഴ്സ് എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് ഫോഴ്സിനെയും കൂടി ആഡ് ചെയ്താൽ മതി. ഇവിടെ E എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് രണ്ടിലും E തന്നെ വന്നതല്ലേ. അപ്പോൾ ഈ രണ്ട് ഫോഴ്സിനെയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് QE ആണ്. -Qൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് -Q ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് -QE ആണ്. ഈ രണ്ട് ഫോഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുന്നു നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട്, ഡൈപോളിൽ അനുഭവപ്പെട്ട നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. ഉറപ്പായിട്ടും രണ്ടും ക്യാൻസലായി നെറ്റ് ഫോഴ്സ് എന്തെന്ന് കിട്ടി, 0 എന്ന് കിട്ടി. അപ്പോൾ ഒരു ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുകയാണെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ തന്നെ അറിയാം, ഒരു ഈക്വൽ ഫോഴ്സ് ഈ ഡയറക്ഷനിലുണ്ട്, അതുപോലെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇവിടെ താഴെ ഒരു ഫോഴ്സും ഉണ്ട് അല്ലേ. ഇത് രണ്ടും കൂടെ ക്യാൻസലായി പോയി ഡൈപോളിൽ എന്തില്ല, ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല അല്ലേ. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയി പോകുന്നു. അപ്പോൾ അങ്ങനെ നെറ്റ് ഫോഴ്സ് 0 ആയി പോകുന്നതുകൊണ്ട് അവിടെ എന്തില്ല എന്ന് നമുക്ക് പറയാം, ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ല എന്ന് പറയാം. ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ല എന്ന് പറയാം. ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താണ്, സ്ട്രെയിറ്റ് ലൈനിൽ കൂടി ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോഡിക്ക് ഒരു മോഷൻ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയുന്നത്. ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒരു ബോഡി മൂവ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ കേസിൽ ഫോഴ്സ് രണ്ട് ഈക്വലും ഓപ്പോസിറ്റും ആയതുകൊണ്ട് ക്യാൻസലായി പോകുന്നതുകൊണ്ട് ഇവിടെ എന്തില്ല, ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ല. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഫോഴ്സ് കൂടുതലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, ഡൈപോള് ഈ ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഫോഴ്സ് രണ്ടും ക്യാൻസലായിപ്പോയി, അതുകൊണ്ട് ഇവിടെ ഡൈപോള് മൂവ് ചെയ്യില്ല, അതായത് ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ല. എന്നാൽ ഇവിടെ ടോർക്ക് ആക്ട് ചെയ്യും. ഇവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. എന്നാൽ ഇവിടെ എന്തുണ്ട്, ഈ ഡൈപോളിന് ഒരു ടോർക്ക് ആക്ട് ചെയ്യും. അതായത് ഇലക്ട്രിക് ഡൈപോൾ എക്സ്പീരിയൻസ്ഡ് എ ടോർക്ക്. ടോർക്കിന് നമ്മൾ എന്ത് സിമ്പിൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ടൗ അല്ലേ. ഇങ്ങനൊരു സിമ്പിൾ കൊണ്ടാണ് ടോർക്കിനെ സൂചിപ്പിക്കുന്നത്. ഈ ടോർക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ടോർക്ക് ഈസ് യൂസ് ടു റൊട്ടേറ്റ് ദ ഇലക്ട്രിക് ഡൈപോൾ. അതായത് ഇവിടെ ഒരു ടോർക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് ഇവിടെ എന്ത് മോഷനാണ് വരുന്നത്, റൊട്ടേഷണൽ മോഷനാണ് വരുന്നത് അല്ലേ. റൊട്ടേഷണൽ മോഷനാണ് വരുന്നത്. അതായത് ഈ ഡൈപോൾ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടോർക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ ട്രാൻസ്ലേഷൻ ഫോഴ്സ് 0 ആയതുകൊണ്ട് ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയുന്നത് ഇല്ല. പകരം ഇവിടെ അനുഭവപ്പെടുന്നത് എന്താണ്, ടോർക്കാണ് അനുഭവപ്പെടുന്നത്. ടോർക്ക് കാരണം ഡൈപോളിന് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും, ഒരു റൊട്ടേഷണൽ മോഷനാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോൾ കൊണ്ടുവച്ചാൽ അവിടെ ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ല. പകരം എന്ത് മോഷനാണുള്ളത്, റൊട്ടേഷണൽ മോഷനാണ് ഉള്ളത്. അതായത് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. എന്നാൽ അവിടെ എന്തുണ്ട്, ഒരു ടോർക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഡൈപോൾ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ പെൻ ഒരു ഡൈപോളിൻ്റെ ഒരു പ്ലേസിൽ ഇരിക്കുകയാണെങ്കിൽ ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആ ഒരു ഫോഴ്സ് കാരണം ഇതെന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും അല്ലെങ്കിൽ ടേൺ ചെയ്യും അല്ലേ. ടേൺ ചെയ്ത് എന്ത് ചെയ്യും, ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലോട്ട് അലൈൻ ചെയ്യാൻ നോക്കും അല്ലേ. ഈ ഒരു ടേണിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു റൊട്ടേഷണൽ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടോർക്ക് എന്ന് വിളിക്കുന്നത് അല്ലേ. ഫോഴ്സ് തന്നെയാണ്. എന്നാൽ ഫോഴ്സ് എന്ത് തരം ഫോഴ്സാണ്, ഒന്ന് തിരിയാൻ സഹായിക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഒന്ന് ടേൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫോഴ്സ് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫോഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടോർക്ക് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ടോർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്
ബിറ്റ്വീൻ ഫോഴ്സസ്. ഇവിടെ ഇപ്പോൾ 2 ഫോഴ്സസ് ഉണ്ട്. ഈ 2 ഫോഴ്സസിൻ്റെയും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയും ഫോഴ്സിനെയും തമ്മിൽ ഏതെങ്കിലും ഒരു ഫോഴ്സിനെ ഏതെങ്കിലും ഒരു ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സിനെയും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോർക്ക് കിട്ടും. അപ്പോൾ ടോർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഫോഴ്സ് ഇൻറ്റു ഏതെങ്കിലും ഫോഴ്സ് മതി. ഏതെങ്കിലും ഒരു ഫോഴ്സ്, അതായത് +q കാരണമുണ്ടായ ഫോഴ്സ് അല്ലെങ്കിൽ -q കാരണമുണ്ടായ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സ്. ഇതാണ് ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൽ നിന്നും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് കാണണം അല്ലേ? അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനും ഈയുടെ ഡയറക്ഷനും നോക്കാം. ഈയുടെ ഡയറക്ഷൻ നമുക്കറിയാം, എങ്ങോട്ടാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. നമ്മളത് വരച്ചിട്ടുണ്ട്. ഈ ഡൈപോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഈയുടെ ഡയറക്ഷൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഈയുടെ ഡയറക്ഷൻ ഇതാണ് അല്ലേ? ഈയുടെ ഡയറക്ഷൻ ഇതാണ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്. പിയുടെ ഡയറക്ഷൻ, ഡൈപോൾ മൊമെൻ്റ് പിയുടെ ഡയറക്ഷൻ നമുക്കറിയാം. ഏതിൽ നിന്ന് ഏതിലോട്ടാണ്? നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലോട്ടാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് മൈനസ് ചാർജ് ഇരിക്കുന്നത്, ഇവിടെയാണ് പ്ലസ് ചാർജ് ഇരിക്കുന്നത്. അപ്പോൾ പിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും അല്ലേ? പിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും, നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ട്. ഇങ്ങനെ ഇയും പിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് എടുക്കുന്നു. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് പി. ഇലക്ട്രിക് ഫീൽഡും ഡൈപോൾ മൊമെൻറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതായത് ഈ ഒരു ഫോഴ്സിൻ്റെയും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്കറിയാം. നമുക്ക് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊന്ന് വരയ്ക്കാം. നോക്കൂ, ഇതല്ലേ ഇതിൻ്റെ പെർപെൻഡിക്കുലർ. ഈ ഒരു ഫോഴ്സിന് വെച്ച് നോക്കൂ, ഈ ഒരു ഫോഴ്സിന് വെച്ച് നോക്കുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ ആണല്ലേ? ഇവിടെയുള്ള താഴെയുള്ള ഈ ഒരു ഫോഴ്സിന് വെച്ച് നോക്കുകയാണെങ്കിലും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് പേര് കൊടുക്കാം. ഈ ഒരു പോയിന്റ് നമ്മൾ സി എന്ന് കൊടുത്തു. നമുക്കിതിനെ ഒന്നും കൂടി ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഈ ഇവിടെ ഉണ്ടായ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ ഒന്ന് മാറ്റി ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ, അതിൽ AB എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന അതാണ് ഹൈപ്പോട്ടന്യൂസ്. അത് 2A ആണെന്ന് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് നമ്മൾ എഴുതി. തീറ്റ എവിടെയാണെന്നുള്ളത് നമുക്കറിയാം. ഈ BC എന്ന് പറയുന്നതാണ് നമ്മളിവിടെ വരച്ച ഫോഴ്സുകൾക്കിടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? BC എന്ന് പറയുന്നതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടോർക്കിൻ്റെ ഇക്വേഷനെ നമുക്ക് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് പകരം ഏത് നീളം കൊടുത്താൽ മതി? BC എന്ന് കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്നും സൈൻ തീറ്റ കണ്ടുപിടിക്കാം. സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ. അപ്പോൾ ഈ തീറ്റയുടെ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന സൈഡ് എന്ന് പറയുന്നത് BC. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു BC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇതാണല്ലേ? 2A ആണ്. ബട്ട് നമുക്കവിടെ ഹൈപ്പോട്ടന്യൂസിന് പകരം എന്ത് കൊടുക്കാം? 2A എന്ന് കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് സൈൻ തീറ്റയാണല്ലേ? അപ്പോൾ ഈ റിലേഷനിൽ നിന്ന് നമുക്ക് BC എന്തെന്ന് എഴുതാം? BC ഈക്വൽ ടു 2A സൈൻ തീറ്റ. BC ഈക്വൽ ടു 2A സൈൻ തീറ്റ എന്ന് നമുക്ക് കിട്ടി. ഇതിനെ നമുക്ക് ഏതിൽ കൊണ്ട് കൊടുക്കാം? ഇവിടെ കൊണ്ട് കൊടുക്കാം അല്ലേ? ഫോഴ്സ് ഇൻറ്റു 2A സൈൻ തീറ്റ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സ് ആണ്. ഇവിടെ ഫോഴ്സ് എന്താണ്? QE ആണല്ലേ? അപ്പോൾ നമുക്ക് ഫോഴ്സിന് പകരം എന്ത് കൊടുക്കാം? QE എന്ന് കൊടുക്കാം. QE ഇൻറ്റു ഈ BCക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? 2A സൈൻ തീറ്റ എന്ന് കൊടുത്തു. നമുക്കറിയാം Q ഇൻറ്റു 2A എന്ന് പറയുന്നത് എന്താണ്? Q ഇൻറ്റു 2A എന്ന് പറയുന്നത് നമ്മുടെ ഡൈപോൾ മൊമെൻറ്റ് P ആണല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് Q ഇൻറ്റു 2Aക്ക് പകരം എന്ത് കൊടുക്കാം? PE ബാക്കി എന്തുണ്ട്? സൈൻ തീറ്റ അല്ലേ? PE സൈൻ തീറ്റ. അപ്പോൾ ടോർക്ക് ടൗ ഈക്വൽ ടു PE സൈൻ തീറ്റ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ.
നമുക്കറിയാം വെക്റ്റർ എ ക്രോസ് ബി എന്ന് പറയുന്നത് എ ബി സൈൻ തീറ്റയാണല്ലേ. വെക്റ്റർ എ ക്രോസ് ബി എന്ന് പറയുന്നത് എ ബി സൈൻ തീറ്റയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പി സൈൻ തീറ്റയെ നമുക്ക് ഈ ഒരു ഫോമിലോട്ട് എഴുതാം അല്ലേ. അപ്പോൾ ടൗ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, പി ക്രോസ് ഇ എന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ട് ഫോർമുലയും ഇമ്പോർട്ടൻ്റ് ആണ്. ടൗ ഈക്വൽ ടു പി ക്രോസ് ഇ എന്ന് പറയുന്നതും ടൗ ഈക്വൽ ടു പി സൈൻ തീറ്റ എന്ന് പറയുന്നതും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോളിനെ കൊണ്ടുവച്ചാൽ ഉണ്ടാകുന്ന ആ ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ടേണിംഗ് എഫക്റ്റ്, അതിൻ്റെ ആ ഒരു ടോർക്ക് എന്ന് പറയുന്നത് പി ഇ സൈൻ തീറ്റയാണ്. പി എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻറ്റ്, ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ഈ പിയും അതായത് ഡൈപോൾ മൊമെൻറ്റും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, അതിന് നമ്മൾ വെക്റ്റർ ഫോമിൽ എന്ത് എഴുതി, ടോ ഈക്വൽ ടു പി ക്രോസ് ഇ എന്ന് എഴുതി. ഇനി നമുക്ക് 1-2 കേസും കൂടെ പരിഗണിക്കാം. അതായത് തീറ്റ ചേഞ്ച് ചെയ്യുമ്പോൾ ടോവിന് അല്ലെങ്കിൽ ടോർക്കിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും കൂടെ നോക്കാം. ആദ്യം നമുക്ക് തീറ്റ ഈക്വൽ ടു 0 ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. തീറ്റ ഈക്വൽ ടു 0 അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ടൗ ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ അല്ലേ. അപ്പോൾ ഇവിടെ തീറ്റയ്ക്ക് പകരം എന്ത് വരും, തീറ്റ മാറി എന്ത് വരും, സൈൻ 0 വരും. സൈൻ 0യുടെ വാല്യൂ നമുക്കറിയാം. സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ടോർക്ക് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പോൾ തീറ്റ 0 ആണെങ്കിൽ ടോർക്ക് എന്താണ്, ഒരു മിനിമം വാല്യൂ, അത് 0 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ടോർക്ക് മിനിമം എന്ന് പറയാം. ടോർക്ക് മിനിമം എന്ന് പറയാം. ടോർക്ക് മിനിമം കിട്ടണമെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്താണ്, തീറ്റ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലേ. തീറ്റ ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ ടോർക്ക് മിനിമം ആയിരിക്കും, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷനിൽ തീറ്റ ഈക്വൽ ടു 0 ആയതാണ് കണ്ടത്. അതായത് പിയുടെയും ഇയുടെയും ഡയറക്ഷൻ ഇങ്ങനെ ഇവിടെ തീറ്റയൊന്നും ആംഗിളൊന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ടോർക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതായത് ടോർക്ക് എന്ന് പറയുന്നത് ഒരു മിനിമം വാല്യൂ ആയിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ, അതായത് പിയും ഇയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി, ഇയും പിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ എങ്ങനെ മാറുമെന്ന് നോക്കാം. ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ടോർക്ക് ഈക്വൽ ടു പി സൈൻ തീറ്റ. ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് എന്തായിട്ട് മാറും, സൈൻ 90 ആയിട്ട് മാറും. സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, പി എന്നായിട്ട് മാറും അല്ലേ. ടോർക്ക് ഈക്വൽ ടു പി, ഇതൊരു മാക്സിമം വാല്യൂ ആണല്ലേ. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവുമ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് ഒരു മാക്സിമം വാല്യൂ ആണ് കിട്ടുന്നത്. ആ വാല്യൂ ആണ് പി ഇ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണെന്ന് കണ്ടു. നെറ്റ് ഫോഴ്സ് 0 ആയതുകൊണ്ട് അവിടെ എന്തില്ല എന്ന് പറഞ്ഞു, ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ല എന്ന് പറഞ്ഞു അല്ലേ. നോ ട്രാൻസ്ലേഷൻ മോഷൻ. ഫോഴ്സ് 0 ആയതുകൊണ്ട് നോ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എന്തുണ്ടെന്ന് പറഞ്ഞു, അവിടെ ടോർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ടോർക്ക് കാരണം അവിടെ ഡൈപോളിന് എന്ത് മോഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു, റൊട്ടേഷണൽ മോഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പോയിൻ്റാണ് നമ്മൾ ഏതിൽ പഠിച്ചത്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോളിനെ കൊണ്ട് വച്ചാൽ ഉണ്ടാകുന്നത് ഇത്രയും പോയിൻ്റാണല്ലേ. റൊട്ടേഷണൽ മോഷൻ, അതായത് അവിടെ ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ല, പകരം അവിടെ എന്ത് ടോർക്ക് കാരണമുള്ള റൊട്ടേഷണൽ മോഷനാണ് ഉണ്ടാവുന്നത്. ഇനി ഈ ഡൈപോളിനെ കൊണ്ട് ഒരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് വയ്ക്കുകയാണ്. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് വ്യത്യാസമാണല്ലേ. ഇനി നമ്മളൊരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി ആണെന്ന് കാണിക്കാൻ വേണ്ടി അടുത്ത് വരയ്ക്കുന്നു. ഇങ്ങോട്ട് ഈ ഒരു റീജിയണിൽ കുറച്ചും കൂടി അകത്തി വരയ്ക്കുകയാണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ റീജിയണിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E1 ആണെങ്കിൽ ഇത് E2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കുറച്ചുകൂടെ ക്ലോസറായിട്ട് ഇരിക്കുന്നിടത്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുതൽ. അപ്പോൾ E1 ഗ്രേറ്റർ ദാൻ E2 നമുക്ക് ഫിഗർ കാണുമ്പോൾ അറിയാം. ഓക്കെ, ഇവിടെ ഞാനൊരു ഡൈപോൾ കൊണ്ട് പ്ലേസ് ചെയ്യണം. ഈ രണ്ട് റീജിയനും ടച്ച് ചെയ്തുകൊണ്ട് ഒരു ഡൈപോൾ കൊണ്ട് പ്ലേസ് ചെയ്യണം, -Q + Q. ഓക്കെ, അപ്പോൾ രണ്ടിടത്തും ഫോഴ്സ് അനുഭവപ്പെടും അല്ലേ. ഇത് എങ്ങോട്ടായിരിക്കും ഇതിൻ്റെ ഫോഴ്സ്, ഇത് +Q ചാർജ് ആണ്. അപ്പോൾ എങ്ങോട്ടായിരിക്കും, ഇവിടെ ഒരു നെഗറ്റീവ് പ്ലേറ്റ് ഇരിപ്പുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് പ്ലേറ്റിൻ്റെ ആ ഒരു സൈഡിലോട്ടായിരിക്കും ഇതിൻ്റെ ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ഈ ഡയറക്ഷൻ ആയിരിക്കും അല്ലേ. ഇതിൻ്റെ ഫോഴ്സ് നമുക്കറിയാം Q ×
ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് F1 എന്ന് പറയുന്നത് Q×E1 ആണ്. ഓക്കെ അല്ലേ? Q×E1 ആണ്. ഇനി നമുക്ക് ഈ ഒരു നെഗറ്റീവ് ചാർജിൻ്റെ നോക്കാം. നെഗറ്റീവ് ചാർജ് ഉറപ്പായിട്ടും പോസിറ്റീവ് പ്ലേറ്റിൻ്റെ അങ്ങോട്ടായിരിക്കും അട്രാക്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പം അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും അല്ലേ? ഇവിടുത്തെ ഫോഴ്സ് F2 എന്ന് പറയുന്നത് എന്താണ്? Q×E2 ആണല്ലേ? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് E2 ആണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടുത്തെ ഫോഴ്സ് QE1 ആണ്, ഇവിടുത്തെ ഫോഴ്സ് QE2 ആണ്. നമുക്കറിയാം E1 ആണ് കൂടുതൽ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് കൂടുതൽ F1 ആണ് കൂടുതൽ. Q×E1 ഇതാണ് കൂടുതൽ, F1 ആണ് കൂടുതൽ. അപ്പോൾ ഉറപ്പായിട്ട് ഈ ഡൈപോൾ എന്ത് ചെയ്യും? എവിടെയാണോ ഫോഴ്സ് കൂടുതലുള്ളത് ആ ഒരു ഡയറക്ഷനിലോട്ട് ഈ ഒരു ഡൈപോൾ മൂവ് ചെയ്യും. അതായത് ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വലും ഓപ്പോസിറ്റും അല്ല. ഇവിടെ ഈ F1 എന്ന് പറയുന്ന ഫോഴ്സാണ് കൂടുതലുള്ളത്. അപ്പോൾ ഫോഴ്സ് എവിടെയാണോ കൂടുതലുള്ളത് ആ ഒരു സൈഡിലോട്ട് എന്ത് ചെയ്യും? ഈ ഡൈപോള് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഫോഴ്സ് ഉണ്ട് അല്ലേ? ഇവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 അല്ല. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 അല്ല. ഇവിടെ നെറ്റ് ഫോഴ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് മോഷൻ ഉണ്ടെന്ന് പറയാം? ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട് അല്ലേ? നമ്മുടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ല. ഈ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ വയ്ക്കുകയാണെങ്കിൽ അവിടെ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്. അതായത് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ഈ ബോഡി, അതായത് ഈ ഡൈപോൾ മൂവ് ചെയ്യും. അതുകൊണ്ട് ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്. അതുപോലെ ഇവിടെയും എന്ത് അനുഭവപ്പെടുന്നുണ്ട്? ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഡൈപോൾ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും അല്ലേ? അവിടെ ഒരു റൊട്ടേഷണൽ മോഷനും ഉണ്ട്. അപ്പോൾ നോൺ യൂണിഫോം ഫീൽഡിൽ ഒരു ഡൈപോൾ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അവിടെ ട്രാൻസ്ലേഷൻ മോഷനും ഉണ്ട്, റൊട്ടേഷണൽ മോഷനും ഉണ്ട്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് ഡൈപോൾ കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ അവിടെ ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ല. പകരം എന്ത് മോഷൻ മാത്രമേ ഉള്ളൂ? റൊട്ടേഷണൽ മോഷൻ മാത്രമേ ഉള്ളൂ. ഇത് ഓർത്തു വയ്ക്കണം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് റൊട്ടേഷണൽ മോഷൻ മാത്രമാണ്, ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ല. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ ഡൈപോളിന് ട്രാൻസ്ലേഷൻ മോഷനും ഉണ്ട്, അതോടൊപ്പം തന്നെ റൊട്ടേഷണൽ മോഷനും ഉണ്ട്. ഇനി അടുത്ത ടോപ്പിക്കാണ് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ ഓഫ് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ കൊണ്ടുവയ്ക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന വർക്ക് ഡൺ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന വർക്ക് ഡൺ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. വർക്ക് ഡണ്ണും പൊട്ടൻഷ്യൽ എനർജിയും ഒന്ന് തന്നെയാണ്. അതായത് വർക്ക് ഡൺ തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നതും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നതും ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയാണ് യു എന്ന് കൊടുത്തത്. പൊട്ടൻഷ്യൽ എനർജി, വർക്ക് ഡണ്ണിനാണ് W എന്ന് കൊടുത്തത്. ഇപ്പോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ ഇരിക്കുകയാണ്. അപ്പം നമുക്കറിയാം അതിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നറിയാം? ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നറിയാം അല്ലേ? ഈ ടോർക്കാണ് ഈ ഒരു ഡൈപോളിനെ എന്ത് ചെയ്യുന്നത്? ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു d θ ആംഗിളിലാണ് ഈ ഒരു ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ചെറിയൊരു വർക്ക് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാം അല്ലേ? അതായത് ഒരു ഡൈപോളിനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ചു. അതിൻ്റെ ടോർക്ക് കാരണം അതെന്ത് ചെയ്യുന്നു? ഒരു d θ ആംഗിളിൽ എന്ത് ചെയ്യുന്നു? ടേൺ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു വർക്ക് നടന്നു. ആ ചെറിയൊരു വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? dW എന്ന് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കറിയാം വർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. വർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത്, ഈ ഒരു കേസിൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ടോർക്കാണ് അല്ലേ? അപ്പോൾ നമുക്ക് dW ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു d θ ആംഗിളിലാണ് ടേൺ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലേ? ഒരു ആംഗിൾ രീതിയിലാണ് ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നിരിക്കുന്നത്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് d θ ആണ്. അപ്പോൾ ടോർക്ക് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് d θ. നമുക്ക് ടോർക്കിനെ സിമ്പിൾ കൊണ്ട് ടൗ എന്ന് സൂചിപ്പിക്കാം. ടൗ ഇൻറ്റു d θ. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ dW ഈക്വൽ ടു ടൗ ഇൻറ്റു d θ. നമ്മൾ ഈ ടൗവിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചു. എന്താണ്? PE sin θ. PE sin θ ഇട്ട് കൊടുക്കാം. അപ്പോൾ dW ഈക്വൽ ടു PE sin θ d θ അല്ലേ? ഇവിടെ ടൗവിന് പകരം നമ്മൾ PE sin θ ഇട്ട് കൊടുത്തു.
അപ്പോൾ പി ഇ സൈൻ തീറ്റ ഡി തീറ്റ. അപ്പോൾ ഇതൊരു ചെറിയൊരു വർക്ക് ഡൺ ആണ് കിട്ടിയതല്ലേ. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ അല്ലാതെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡിനെ എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡി ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ചെറിയ വർക്കിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടും, അതായത് ഡബ്ല്യു കിട്ടും. നമ്മൾ രണ്ട് സൈഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മറ്റേ സൈഡിൽ ഇൻ്റഗ്രൽ പി ഇ സൈൻ തീറ്റ ഡി തീറ്റ. ഇവിടെ പി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് പുറത്തെടുക്കാം. പി ഇ ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ. ഇൻ്റഗ്രൽ ഓഫ് സൈൻ തീറ്റ ഡി തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റയാണ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് പറയുന്നത് എന്താണ്, മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ നമുക്ക് പകരം എന്തെഴുതാം, പി ഇ ഇത്രയും ടേംസിന് പകരം മൈനസ് കോസ് തീറ്റ എന്ന് എഴുതാം അല്ലേ. പി ഇ മൈനസ് കോസ് തീറ്റ. മൈനസിന് നമുക്ക് ആദ്യം കൊണ്ടുവരാം, മൈനസ് പി ഇ കോസ് തീറ്റ, മൈനസ് പി ഇ കോസ് തീറ്റ. ഓക്കെ, നമുക്കറിയാം എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ ബി കോസ് തീറ്റയാണല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഇവിടെ ഡബ്ല്യു ഈക്വൽ ടു മൈനസ് പി ഡോട്ട് ഇ എന്ന് എഴുതാം അല്ലേ. ഡബ്ല്യു ഈക്വൽ ടു മൈനസ് പി ഡോട്ട് ഇ എന്ന് എഴുതാം. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് തന്നെയാണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, അവിടെ വെക്ടർ സൈൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഈ വർക്ക് ഡൺ തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു യു ഈക്വൽ ടു എന്താണ്, മൈനസ് പി ഡോട്ട് ഇ, അല്ലെന്നുണ്ടെങ്കിൽ മൈനസ് പി ഇ കോസ് തീറ്റ. അപ്പോൾ ഒരു ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് വയ്ക്കുമ്പോൾ അനുഭവപ്പെടുന്ന വർക്കിൻ്റെ ഇക്വേഷൻ ഇതാണ്, മൈനസ് പി ഇ കോസ് തീറ്റ, അല്ലെങ്കിൽ നമുക്കതിനെ ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് മൈനസ് പി ഡോട്ട് ഇ എന്ന് പറയാം. വർക്ക് ഡൺ എന്ന് പറയുന്നത് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഡൈപോളിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് വർക്ക് ഡൺ ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു മൈനസ് പി ഡോട്ട് ഇ, അല്ലെങ്കിൽ മൈനസ് പി ഇ കോസ് തീറ്റ. ഓക്കെ, ഇനി നമുക്ക് ഈ ഡൈപോളിനെ തീറ്റ 1 ആംഗിളിൽ നിന്നും തീറ്റ 2 ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കണമെന്ന് വയ്ക്കുക. അതായത് ഇനിഷ്യൽ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ 1, ഫൈനൽ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ 2. അങ്ങനെ ഒരു ഡൈപോളിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലിമിറ്റ് എന്ത് കൊടുത്താൽ മതി, തീറ്റ 1 ടു തീറ്റ 2 എന്ന് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും ലിമിറ്റ് കൊടുക്കുന്നു, തീറ്റ 1 ടു തീറ്റ 2. അതുപോലെ ഇവിടെയും തീറ്റ 1 ടു തീറ്റ 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഡബ്ല്യു എന്ന് എഴുതാം, തീറ്റ 1 ടു തീറ്റ 2. ഓക്കെ, ടോവിന് പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി, പി ഇ സൈൻ തീറ്റ, പിന്നെ ഉള്ളത് ഡി തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് പി എ നമുക്ക് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുക്കാം, പി ഇ എഴുതുന്നു. പിന്നെ ബാലൻസ് വരുന്നത് തീറ്റ 1 ടു തീറ്റ 2 സൈൻ തീറ്റ ഡി തീറ്റ. നമ്മൾ നേരത്തെ കണ്ടു ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റയാണല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം, പി ഇ മൈനസ് കോസ് തീറ്റ, ലിമിറ്റ് എന്താണ്, തീറ്റ 1, അപ്പർ ലിമിറ്റ് തീറ്റ 2. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണല്ലേ. മൈനസിന് നമുക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ മൈനസ് പി ഇ, ബാലൻസ് വരുന്നത് കോസ് തീറ്റയുടെ ലിമിറ്റാണ്, തീറ്റ 1 തീറ്റ 2. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, മൈനസ് പി ഇ, ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, കോസ് തീറ്റ 2 മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, കോസ് തീറ്റ 1. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് മൈനസും കൂടി അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എഴുതാം, ഡബ്ല്യു ഈക്വൽ ടു പി ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ തീറ്റ 1 ആംഗിളിൽ നിന്നും തീറ്റ 2 ആംഗിളിലോട്ട്
ഒരു ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള വർക്ക് ഡൺ ആണിത്. വർക്ക് ഡൺ ഈക്വൽ ടു പി ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. നമ്മൾ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വർക്കിൻ്റെ ഇക്വേഷനിൽ നമ്മൾ ലിമിറ്റ് കൊടുത്തു, തീറ്റ 1 ടു തീറ്റ 2 എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ഇതോടുകൂടി പാർട്ട് 15 വീഡിയോ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ.